യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനായി വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ച കേസിലെ പ്രധാന പ്രതി പോലീസിൽ കീഴടങ്ങി. അഞ്ചാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ എം.ജെ. രഞ്ജുവാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ച സംഘത്തിലെ പ്രധാനിയാണ് രഞ്ജു. റിപ്പോർട്ടർ ഇംപാക്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിലെ മുഖ്യ ആസൂത്രകൻ കൂടിയാണ് കീഴടങ്ങിയ എം.ജെ. രഞ്ജു. സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പത്തനംതിട്ട കേന്ദ്രീകരിച്ചായിരുന്നു രഞ്ജുവും സംഘവും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയത്. കേസിലെ അഞ്ചാം പ്രതിയായ രഞ്ജു ഒഴികെ 4 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രഞ്ജുവിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതാണ് പോലീസിന് തിരിച്ചടിയായത്. ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രഞ്ജു എത്തിയത്. ഇൻസ്പെക്ടർ മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം രഞ്ജുവിനെ ചോദ്യം ചെയ്തു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം രഞ്ജുവിനെ വിട്ടയച്ചു. കേസിലെ പ്രതികളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ കൂടുതൽ പേരുടെ പങ്കാളിത്തം കണ്ടെത്താൻ കഴിയൂ. CR കാർഡിന്റെ സഹായത്തോടെ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് എളേരി മണ്ഡലം അധ്യക്ഷൻ ജെയ്സൺ മുകളയിൽ ഉൾപ്പെടെ 2 പേരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. അതേസമയം വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. DIG V ജയനാഥിന്റെ നേതൃത്വത്തിൽ DYSP ജലീൽ തോട്ടത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രധാന പ്രതികൾ അറസ്റ്റിലായതോടെ വീണ്ടും രേഖകൾ ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കത്തയച്ചിരിക്കുകയാണ് പോലീസ്. രേഖകൾ ലഭിച്ചാൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.